ഗൈസ് 650 രൂപ മാത്രം വില വരുന്ന ഒരു അടിപൊളി ബൂട്ട്സ് നമുക്കിന്ന് പരിചയപ്പെട്ടാലോ. സോ നിവിയയുടെ കാർബണൈറ്റ് 4.0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൂട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. വെറും 689 രൂപയാണ് വരുന്നത്. പക്ഷേ ആ ഒരു വിലക്കുള്ള ക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ആണോ, ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും റിവ്യൂവിലൂടെ നോക്കാം. സോ ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ നമുക്ക് ഡിസൈനിങ്ങിനെ കുറിച്ച് നോക്കാം. സോ ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു സ്പോർട്ടി ആയിട്ടുള്ള ലുക്കാണ് വരുന്നത്. പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷനാണ് മെയിൻ ഹൈലൈറ്റ്. കാരണം നമുക്ക് എടുത്ത് കാണാൻ പറ്റും എല്ലാം കൃത്യമായിട്ട്. അതിൽ ഈ ഒരു ഫ്ലൂറസെൻറ്റ് ഗ്രീൻ പോലെയുള്ള കളർ ഉണ്ടല്ലോ, അത് ഒരു കണക്കിന് നല്ല ലുക്ക് തരുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം നമ്മൾ ചളിയിലും അങ്ങനത്തെ സർഫസിലൊക്കെ ഇട്ട് കളിക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് കളർ ഫെയ്ഡ് ആവും അല്ലെങ്കിൽ ചളി പിടിക്കും. അതേ സ്ഥാനത്ത് നിങ്ങൾ ടർഫിലൊക്കെ കളിക്കുന്നവരാണെങ്കിൽ ഒരു പ്രശ്നമില്ല, കാരണം അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുണ്ട്. പിന്നെ മുകളിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഉള്ളിലോട്ട് വെള്ളം ഇറങ്ങില്ല, കാരണം ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. അതായത് മെഷോ ഗ്രില്ലോ ഒന്നും വരുന്നില്ല, കംപ്ലീറ്റ് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ കംഫോർട്ടിന് എന്തെങ്കിലും ഇഷ്യൂകളൊക്കെ ഉണ്ടോ എന്നുള്ളത് കംഫോർട്ട് എന്നുള്ള സെക്ഷനിൽ ഞാൻ കൃത്യമായിട്ട് പറയാം. പക്ഷേ ഇപ്പം ഒറ്റ നോട്ടത്തിൽ വലിയൊരു മോശമല്ല, കാണാനൊക്കെ ഭംഗിയുള്ളൊരു അടിപൊളി ഫുട്ബോൾ ബൂട്ടാണ്. ഇനി സൈഡിലായിട്ട് നിവിയയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കാർബണൈറ്റ് എന്നും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് നിവിയയുടെ ഒരു ലോഗോയും ടെക്സ്റ്റും നമുക്ക് കാണാം. പിന്നെ ഉള്ളത് നേരെ താഴെയാണ്, അതായത് ഔട്ട്സോളിലാണ്. പിന്നെ ഔട്ട്സോൾ കംപ്ലീറ്റ് ബ്ലാക്ക് ആണ്. പിന്നെ താഴെ നമുക്ക് സ്റ്റിച്ചിങ്ങും കാണാം, അതായത് മുകളിലെ അപ്പർ മെറ്റീരിയലും താഴെയുള്ള ഔട്ട്സോളുമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള നിവിയയുടെ തന്നെ എൻകൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുട്ബോൾ ബൂട്ട് വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതായത് കുറച്ച് കാലം യൂസ് ചെയ്ത സമയത്ത് തന്നെ അതിൻ്റെ സൈഡിലുള്ള ഗ്ലൂ ഒക്കെ പോയിട്ട് അത് പൊട്ടിപ്പോന്നു, കാരണം അതിന് നല്ലൊരു സ്റ്റിച്ചിങ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ ഒരു അഡീഷണൽ സ്റ്റിച്ചിങ്ങും വരുന്നുണ്ട്, ഗ്ലൂയിങ്ങും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഔട്ട്സോൾ കുറച്ച് കാലത്തിൻ്റെ യൂസിന് ശേഷം പെട്ടെന്ന് പൊളിഞ്ഞു പോന്നിട്ട് ഡാമേജ് ആകുന്ന ഒരു പ്രശ്നം വരാതിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയിലാണ് ഇവർ ഈ ഒരു ഔട്ട്സോളും മുകളിലുള്ള മെറ്റീരിയലും തമ്മിൽ ബോണ്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഔട്ട്സോളിൻ്റെ തന്നെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് നല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. അതുകൊണ്ട് ഈ ഒരു ഗ്രിപ്പൊന്നും പെട്ടെന്ന് പൊട്ടിപ്പോകാനോ അങ്ങനെ ചാൻസ് ഒന്നുമില്ല. നല്ല ഗ്രിപ്പും തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്രൗണ്ടിലൊക്കെ യൂസ് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല ഗ്രിപ്പ് തരുന്നുണ്ട്. വലിയൊരു മോശമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതും ഞാൻ കംഫർട്ട് എന്നുള്ള സെക്ഷനിൽ ഗ്രിപ്പിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാം. പിന്നെ താഴെ ഈ ഒരു മെറ്റീരിയലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ കുറച്ച് കാലത്തിൻ്റെ യൂസിന് ശേഷം എന്തായാലും ചെറിയ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. പ്യുവർ പ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ മറ്റ് ലേസിൻ്റെയും ഉള്ളിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെയും ഒക്കെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ എല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. കാരണം ഈ ഒരു പ്രൈസിന് ഇപ്പോൾ 500 രൂപ അല്ലെങ്കിൽ 550 രൂപക്ക് മറ്റ് നിവിയയുടെ ബൂട്ട്സൊക്കെ അവൈലബിൾ ആണ്. അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന് മുമ്പേ റിവ്യൂ ചെയ്ത എൻകൗണ്ടറൊക്കെ വളരെ മോശമായിരുന്നു, തീരെ ക്വാളിറ്റി ഇല്ല. അതും ഇതും കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊരു പ്രൈസ് കൂടിയിട്ടുണ്ടെങ്കിലും ഇതായിരിക്കും ഒരു ബെറ്റർ ചോയ്സ്. സോ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നന്നായിട്ടുണ്ട്, ഡിസൈനിങ്ങും അടിപൊളിയാണ്. ഇനി ബിൽഡ് ഫിനിഷിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി കംഫർട്ട് എന്നുള്ള സെക്ഷൻ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കംഫർട്ട് എന്നുള്ളൊരു കാര്യമൊന്നും ഒരു ബൂട്ടിനെ കുറിച്ച് എടുത്ത് പറയാൻ ഉണ്ടാവാറില്ല. കാരണം ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ബൂട്ട്സിലൊന്നും നല്ലൊരു ഫുഡ് ബട്ടോ അല്ലെങ്കിൽ ക്യൂഷൻ ആക്ഷൻ തരുന്ന ഫുഡ് ബട്ടുകളൊന്നും കൊടുക്കാറില്ല. അങ്ങനെ ഹൈ പെർഫോമൻസ് ഫുഡ് ബട്ടുകൾ നമുക്ക് റണ്ണിങ് ഷൂകളോ അല്ലെങ്കിൽ നല്ല റേറ്റ് വരുന്ന അഡിഡാസിൻ്റെ പ്രൊട്ടക്ടറൊക്കെ പോലത്തെ കിഡിലും ബൂട്ട്സിലാണ് ഇതുപോലെയുള്ള ഹൈ ക്വാളിറ്റി മിഡ്സോൾ ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നും പറയാനില്ല, ഒരു നോർമൽ കംഫർട്ട് തരുന്നുണ്ട്. പിന്നെ കുറേ നേരം കളിച്ച് കഴിഞ്ഞാൽ വിരലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അത്യാവശ്യം പെയിൻ വരുന്നുണ്ട്. അത് പിന്നെ ഒരു കുറ്റമായിട്ട് എടുത്ത് വരാത്തതിൻ്റെ കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ നല്ല ബൂട്ട്സ് ഒന്നും അത്ര കംഫർട്ട് തരുന്നതായിട്ടില്ല. പിന്നെ ഇതിനൊരു അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും ഉള്ളിലൊക്കെ കുഴപ്പമില്ലാത്ത എന്താ പറയുക ഒരു ക്വാളിറ്റിയിലുള്ള ഡിസൈനുമാണ് ചെയ്തിട്ടുള്ളത്. അതായത് വലിയ ഫ്ലോകളോ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന മെറ്റീരിയൽസ് ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാല് വല്ലാതെ വേദനയാവും. അത് ചില ചീപ്പ് ബൂട്ട്സിലൊക്കെ വരാറുണ്ട്. പക്ഷേ ഇവിടെ അത്ര മോശമല്ല, അത്യാവശ്യം സ്റ്റാൻഡേർഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഉള്ളിലുള്ള മെറ്റീരിയൽസൊക്കെ സ്മൂത്താണ് കേട്ടോ, വലിയ റഫായിട്ടുള്ള മെറ്റീരിയൽസ് അല്ല. അധികം ഷോക്സ് ഇടാതെയോ അല്ലെങ്കിൽ ആംഗിൾസ് ഒന്നും യൂസ് ചെയ്യാതെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും വലിയൊരു പ്രശ്നം തോന്നുന്നില്ല. കുഴപ്പമില്ല, സ്മൂത്തായിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഗ്രിപ്പിൻ്റെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഗ്രിപ്പ് നോക്കുകയാണെങ്കിൽ ഞാൻ ഗ്രൗണ്ടിൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ട്. ആ സമയത്ത് നല്ല ഗ്രിപ്പ് തന്നെയാണ് തന്നിട്ടുള്ളത്. കാരണം ഈ ഒരു പ്രൈസിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗ്രിപ്പ് തരുന്നുണ്ട്. അല്ലാതെ സ്പെഷ്യലായിട്ട് ഒരു ഗ്രിപ്പോ അല്ലെങ്കിൽ ഗ്രിപ്പിന് എന്തെങ്കിലും ഇഷ്യൂസും ഇല്ല. അത്യാവശ്യം ഈ ഒരു പ്രൈസിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗ്രിപ്പും തരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്സോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്രിപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. നല്ലൊരു ബൂട്ടായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. സോ ഗൈസ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു പ്രൈസിന് ഇത് നല്ലൊരു ബൂട്ട് തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ റിവ്യൂ ചെയ്യാൻ നോക്കിയിട്ടുള്ള ഒരു ബൂട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഏകദേശം എല്ലാ ബൂട്ട്സും ക്വാളിറ്റി വളരെ കുറവാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് പോയിട്ട് വാച്ച് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു 100-150 രൂപ മാത്രമേ കൂടുതൽ വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് ഇതിന് അത്യാവശ്യം നല്ല എക്സ്ട്രാ ക്വാളിറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന വിലക്കുള്ള മുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കുഴപ്പമില്ലാത്ത ബൂട്ടാണ്. നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം കുറഞ്ഞ റേറ്റിനൊക്കെ ഇത് വാങ്ങിക്കാൻ പറ്റും. സോ ഇതുവരെ വാച്ച് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലുള്ള ടെക് ആൻഡ് ലൈഫ് സ്റ്റൈൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗൈസ്, ലേറ്റർ. പീസ്.